ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ആൾക്കൊരു ഡ്രീം ഉണ്ടാവാം, ഇന്ന ബിസിനസ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് മാർക്കറ്റിൽ എന്താണോ ഡിമാൻഡ് അത് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ഫീസിബിലിറ്റി റിപ്പോർട്ട് ഒരു പരിധിവരെ സഹായിക്കും. നിങ്ങൾ കേട്ടു റിയാസ്. അദ്ദേഹം നാട് വിട്ട് കുറേ പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നാട് വിട്ട് ദുബായിലെത്തുന്നു. അവിടെ നിന്ന് ഒരു തൊഴിൽ കണ്ടെത്തുന്നു. ആ കർമ്മമേഖലയിൽ നിന്ന് മാറി ഒരു സംരംഭം തുടങ്ങാൻ പ്രിപ്പയർഡായിരുന്നു. അദ്ദേഹം ബാക്കപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിൽ തുടങ്ങിയത്. അദ്ദേഹം ഒറ്റയ്ക്കാണ്, പാർട്ട്നേഴ്സ് പോലുമില്ല. അദ്ദേഹം തുടങ്ങുന്നു. അത് തട്ടിയും മുട്ടിയും പോകുമ്പോഴാണ് അദ്ദേഹം ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ആ ഓപ്പർച്യൂണിറ്റി കയറി പിടിക്കുന്നു. ഇന്ന് സംരംഭകരെ സഹായിക്കുന്ന ഒരു ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ബിസിനസ് തുടങ്ങിക്കഴിയുമ്പോൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് നമുക്കുണ്ടാവും, പാർട്ട്നേഴ്സ് നമുക്കുണ്ടാവും. ഈ ഫിനാൻഷ്യൽ ഡീലിംഗ് നമ്മുടെ വിചാരം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഒരു കുറിപ്പ് പുസ്തകത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊന്നും ലീഗലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. പലപ്പോഴും പാർട്ട്ണർഷിപ്പിൽ തർക്കങ്ങളും ഇൻവെസ്റ്ററുമായി തർക്കങ്ങളും ഉണ്ടാകുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുക. ഇതൊക്കെ ലീഗലൈസ് ചെയ്ത് പ്രോപ്പറായി റെക്കോർഡിക്കലായി നിങ്ങൾ വളരണമെങ്കിൽ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ വളരാൻ പറ്റില്ല. സംരംഭങ്ങൾ വളരണമെങ്കിൽ സുതാര്യത ഉണ്ടാവണം. നമുക്കൊരു നല്ല ഇൻവെസ്റ്റർ കിട്ടണമെങ്കിൽ സുതാര്യത ഉണ്ടാവണം. അതിനായി സഹായിക്കുന്ന സെക്യൂർഡ് ആകുന്ന ഒരു സ്ഥാപനം. മാത്രമല്ല GCCയിലെ എല്ലാ സംരംഭകരും നേരിടുന്നൊരു പ്രശ്നം, നമ്മുടെ ഇന്ത്യയിലും അതെ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പഠിച്ചിറങ്ങിയവരെ പഠിപ്പിച്ചെടുക്കാൻ നോക്കിയാൽ കുറേയധികം സമയം നമ്മുടെ പോകും, ക്ഷമയറ്റും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കോഴ്സ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അത് എക്സ്പാൻഷൻ മോഡിലാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇത്തരം സംരംഭകരും സംരംഭങ്ങളൊക്കെ നാട്ടിലുണ്ടാവട്ടെ. റിയാസിനെ പോലെ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനാവട്ടെ.